ഇങ്ക്സ്കേപ്പിൽ നമുക്കൊരു A4 ഷീറ്റിൻ്റെ സൈസിലുള്ള പോർട്രേറ്റ് മാതൃകയിലുള്ള ഒരു പേജിൽ നമ്മൾ ഒരു പിക്ചർ ഡ്രോ ചെയ്യാനായിട്ട് ഒരു ലോഗോയും അതുപോലെ തന്നെ കുറച്ച് സെൻറ്റൻസും ചേർത്ത് മാറ്റേഴ്സ് എഴുതി ചേർക്കാനായിട്ടുള്ള ഒരു മാതൃകയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പേജ് മുൻപേ കാണിച്ച പോലെ A4 ഷീറ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് 210 വിഡ്ത്തും 297 ഹൈറ്റും ഉള്ള ഒരു സൈസുള്ള പിക്ചർ ഒരു സെലക്ട് ചെയ്യുക. അതിനുശേഷം നോർമൽ സെലക്ഷൻ മുകളിലത്തെ ആരോ കീയിൽ ക്ലിക്ക് ചെയ്ത് ഈ സെലക്ട് ആയിരിക്കുന്ന ഏരിയ കൃത്യമായിട്ട് നമുക്ക് ഫിൽ കളർ, സ്ട്രോക്ക് പെയിൻറ്റ്, അതുപോലെ സ്ട്രോക്ക് സ്റ്റൈൽ അതിൻ്റെ അകത്ത് ഫിൽ കളർ യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് ആവശ്യം വേണ്ട കളർ ഏത് കളറാണ് വേണ്ടത് ആ കളർ ചൂസ് ചെയ്യുക. ചില സമയങ്ങളിൽ റേഡിയൽ ഗ്രേഡിയൻറ്റും ചില സമയങ്ങളിൽ ലീനിയർ ഗ്രേഡിയൻറ്റ് 2 കളറുകൾ ഒരുമിച്ച് ചേർക്കാനായിട്ടും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വേണ്ട കളറുകൾ ജോയിൻ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി മാക്സിമം കൂടുതൽ തന്നെ ഇടുക. ഇനിയിപ്പോൾ 212 മാക്സിമം 225, 250 ആ റേഞ്ച് തന്നെ ഇടാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് പൊതുവേ സ്ട്രോക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ സ്ട്രോക്ക് സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്യാറില്ല. ഫിൽ കളർ യൂസ് ചെയ്ത് അതിൽ റേഡിയൽ ഗ്രേഡിൻ്റെ, ലീനിയർ ഗ്രേഡിൻ്റെ ആവശ്യമായ രീതിയിലുള്ള ഗ്രേഡിൻ്റെ കളറോടുകൂടി നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് 2 കളർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ക്വസ്റ്റിനകത്ത് ഏത് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ കളറാണെങ്കിൽ ആ സിംഗിൾ കളർ, ഇൻ കേസ് ലീനിയർ ഗ്രേഡിൻ്റെ ആണെങ്കിൽ ലീനിയർ ഗ്രേഡിൻ്റെ നമുക്ക് 2 അറ്റത്തും ഓരോ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യം വേണ്ട കളറുകൾ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അത് പൊസിഷൻ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സസും വൈ ആക്സസും 0 കൊടുക്കുക. അത് നോർമൽ സെലക്ഷൻ ടൂൾ എടുത്ത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഏരിയ കൃത്യം സൈസ് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ തെളിഞ്ഞു വരുന്നത് എക്സ് ആക്സസ് വൈ ആക്സസ് 0 തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നമുക്കിനിയും അതിൽ എന്തെങ്കിലും എഴുതി ചേർക്കുവാനായിട്ടാണെങ്കിൽ അവിടെ എ എന്ന് എഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഴുതി ചേർക്കേണ്ട കണ്ടൻറ്റുകൾ അവിടെ എഴുതി ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും ഫോണ്ടിൻ്റെ സൈസും അതുപോലെ ബോൾഡ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ആ ഫോണ്ട് സ്റ്റൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഴുതി ചേർത്തിട്ടാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. മുഴുവനായിട്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഫോണ്ട് ഫാമിലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫോണ്ട് ഫാമിലിയിൽ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത ശേഷം നമുക്ക് തൊട്ടടുത്ത് തന്നെ ഫോണ്ട് സ്റ്റൈലുണ്ട്. ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക്, ബോൾഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അത് ഏത് രീതി വേണേൽ നമുക്ക് ചൂസ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഫോണ്ട് സൈസ് ഉണ്ട്. ഫോണ്ട് സൈസ് നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അലൈൻമെൻറ്റ്, നമ്മൾ ടെക്സ്റ്റിൻ്റെ മാറ്ററിൻ്റെ അലൈൻമെൻറ്റാണ്. സെൻറ്റർ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ് ഉണ്ട്. അത് ഇഷ്ടമുള്ള രീതിയിൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബേസിർക്കർ ടൂളിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ കൃത്യമായിട്ട് ടൂൾ ഏത് ഐക്കൺ, ആ ടൂളിൻ്റെ ഐക്കൺ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ബേസിർക്കർ ടൂൾ തന്നെ യൂസ് ചെയ്യണം. അതിൻ്റെ അത് ബേസിർക്കർ ടൂൾ എടുത്ത് നമ്മൾ വെറുതെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ക്ലിക്ക് ചെയ്ത് ഏത് ഏരിയയിലാണ് വേണ്ടത് അതനുസരിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ഥാനങ്ങൾ മാറ്റം വരുത്തി നമുക്കതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു ലോഗോ, ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ലോഗോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ വരാനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഇത് തന്നെ വരച്ചു. ആ കൃത്യം പോയിൻ്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് തന്നെ കൊണ്ടുവിടുകയാണ്. അത് അങ്ങനെ വന്ന ശേഷം ഇപ്പോൾ നോർമൽ സെലക്ഷൻ ടൂളിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന് കളർ, അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഫിൽ കളറുണ്ട്, സ്ട്രോക്ക് കളറുണ്ട്, സ്ട്രോക്ക് സ്റ്റൈലൊക്കെ ഉണ്ട്. അതിൻ്റെ ഫിൽ കളറിൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലാക്കാണ്, ഞാനത് റെഡിലേക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളറ് അവിടെയും ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ സ്ട്രോക്ക് സ്റ്റൈൽ വേണമെങ്കിൽ സ്ട്രോക്ക്, അതായത് ഔട്ടർ ലൈന് കട്ടി കൂടുതൽ വേണോ കുറവ് വേണോ, അതിൻ്റെ കളർ ഏതാണ്, സ്ട്രോക്ക് പെയിൻറ്റ് ഏതാണ്, അതിന് ലീനിയർ ഗ്രേഡിന്, അതിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിൻ്റുകളൊക്കെ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ അനുസരിച്ച്. അത് ഏതൊക്കെ ഐക്കണുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന ഫിൽ കളർ എന്ന് വെച്ചാലാണ് അതിനകത്തെ കളറെന്നും, സ്ട്രോക്ക് പെയിൻറ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് സ്റ്റൈൽ എന്ന് വെച്ചാൽ അതിന് പുറത്തെ ഔട്ടർ ലൈന് കൊടുക്കേണ്ട കട്ടിയും അതുമായി ബന്ധപ്പെട്ടാണ് സ്ട്രോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട്
വേണ്ട രീതിയിൽ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഒരു കാര്യം എഴുതി ചേർത്തിട്ട് അതിന് സ്ട്രോക്ക് എന്തെങ്കിലും കൊടുക്കുക, സ്ട്രോക്ക് വേണ്ടതാണോ? ചില സമയങ്ങളിൽ ക്വസ്റ്റിൻ്റെ അകത്ത് സ്ട്രോക്ക് വേണ്ട, സ്ട്രോക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ അവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം ഒരു ഇൻറ്റു മാർക്ക് കാണുന്നുണ്ട്. ആ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് പെയിൻറ്റ് അവിടെ ഒഴിവാകും. ഫിൽ കളറാണ് ചില സമയങ്ങളിൽ ഫിൽ കളർ വേണ്ട, ഫിൽ കളർ ഒഴിവാക്കണം എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞാൽ ആ ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് ആ എക്സ് എന്ന ചിഹ്നത്തിൽ അല്ലെങ്കിൽ എക്സിൻ്റെ രൂപത്തിലുള്ള ക്ലോസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിൽ കളറും ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം ഫിൽ കളറിനകത്ത് ഇപ്പോൾ ലീനിയർ അല്ലെങ്കിൽ റേഡിയൽ ഗ്രേഡിൻ്റെ കൊടുക്കാനാണെങ്കിൽ ആ ഗ്രേഡിന് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി സ്ട്രോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ട്രോക്കിൻ്റെ വീതി നമ്മൾ ചില സമയങ്ങളിൽ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ഒന്നും കാണുകയില്ലായിരിക്കും. അതിൻ്റെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൃത്യമായ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഡ്ത്ത് കൃത്യമായി കൊടുത്താൽ മാത്രമേ ആ സ്ട്രോക്ക് പെയിൻറ്റിങ് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടാകും. റെഡ് കളറും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ ഔട്ടർ ഏരിയയിൽ കൂടെയുള്ള ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂവോട് ചേർന്ന ഒരു കളറാണ് നിങ്ങളിപ്പോൾ സ്ട്രോക്ക് എന്ന രീതി വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നോർമൽ ആ സെലക്ഷൻ നടത്തിയ ശേഷം നമുക്ക് വേണമെങ്കിൽ പേജ് അപ്പ് ഇപ്പോൾ ഹായ് സെൻറ്റർ ഫ്രെയിംസ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് മുകളിൽ ഹായ് സെൻറ്റർ ഫ്രെയിംസ് എന്നാണ് കാണുന്നത്. അതിനെ താഴെ ആക്കണമെങ്കിൽ അത് ഏതാണോ താഴെ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പേജ് അപ്പ് പേജ് ഡൗൺ എന്നുള്ള രീതിയിൽ അത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അഡീഷണലായിട്ട് അടുത്തൊരെണ്ണം വരയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ചുമ്മാ ഓരോന്നും വരച്ച് നോക്കുന്നതാണ്. ഓരോ എംബ്ലം ഇപ്പം ചുമ്മാ ഒരു ടിക്ക് മാർക്കിൻ്റെ ഒരു എംബ്ലം പോലെ ഞാൻ എഴുതി വരച്ചാണ്. നമുക്ക് അപ്പോഴും ബേസർ കെയർ ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസർ കെയർ ടൂളിൻ്റെ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ അതിന് കളർ കൊടുക്കുന്ന രീതികളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഫിൽ കളറാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫിൽ കളറിൻ്റെ അകത്ത് ഓരോന്ന് മാറുന്നതനുസരിച്ച് ഫിൽ കളർ മാറും. അതുപോലെ സ്ട്രോക്ക് സ്റ്റൈലും സ്ട്രോക്ക് പെയിൻറ്റും ഇതിൻ്റെ അകത്ത് മാറുന്നത് നിങ്ങൾക്ക് കാണാം. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് ബ്ലാക്ക് കളർ കൂടി വരുന്ന കാണാം. സ്ട്രോക്ക് പെയിൻറ്റ് ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കണമെങ്കിൽ വൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വൈറ്റും കൊടുക്കാവുന്നതാണ്. ഇനി അത് സിമ്പിളായിട്ട് സിംഗിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് വലിപ്പം വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു പിക്ചർ ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനകത്ത് ഫയൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്താണ് ഞാൻ പിക്ചർ കൊണ്ടുവന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫയൽ ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട പിക്ചറുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ പിക്ചറുകൾ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ വലിപ്പം വ്യത്യാസം വരുത്തുന്ന രീതിയാണ്. ഇപ്പോൾ കാണുമ്പം പല രീതിയിൽ വലിപ്പം വ്യത്യാസം വരുന്നതാണ്. ഞാൻ കൺട്രോൾ കീയിൽ ഞെക്കി ആരോയെ ഞെക്കുമ്പോൾ കൃത്യം അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വലുപ്പത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരിടത്ത് കൊണ്ട് വെക്കുന്നതിന് അങ്ങനെ യൂസ് ചെയ്യാം. അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ഫോർഗ്രൗണ്ട് കൊടുക്കാം. അതിന് പേജ് അപ്പ് പേജ് ഡൗൺ എന്നീ 2 കീകളുണ്ട് കീബോർഡിൽ. അത് യൂസ് ചെയ്താൽ മതിയാകും. പേജ് അപ്പ് പേജ് ഡൗൺ എന്ന കീകളുണ്ട്. ആ കീകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് വേറെ അഡീഷണൽ ക്ലിക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ വേഗം തന്നെ ചെയ്യാവുന്നതാണ്. പേജ് അപ്പ് പേജ് ഡൗൺ PG അപ്പ് PGDN എന്നീ 2 ചിഹ്നങ്ങളുള്ള കീബോർഡിലേക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഏറ്റവും മുകളിലത്തേക്ക് കൊണ്ടുവെക്കും. പിന്നെ അതുപോലെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വലുപ്പം വ്യത്യാസം വരുത്താനും വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഫയൽ സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും എക്സാം ആയി ബന്ധപ്പെട്ട ഒരു ഫോൾഡറിലായിരിക്കും സേവ് ചെയ്യാൻ പറഞ്ഞത്. exam 10 എന്നോ അല്ലെങ്കിൽ എക്സാം പ്രോഡക്ട്സ് എന്നോ ഫയലിനകത്തായിരിക്കും സേവ് ചെയ്യാൻ പറഞ്ഞത്. സേവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫയലിൻ്റെ ഏരിയ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. അടുത്തത് അതിന് എക്സ്പോർട്ട് as PNG എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എക്സ്പോർട്ട് as PNG ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബോക്സ് തെളിഞ്ഞ് വരും. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. എക്സ്പോർട്ട് ചെയ്യേണ്ട ഏരിയയിൽ നമ്മൾ എക്സ്പോർട്ട് as എന്ന് ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡറാണോ ചെയ്യേണ്ടത്, അത് എക്സാം റിസൾട്ട് അല്ലെങ്കിൽ എക്സാം ഔട്ട്പുട്ട് അല്ലെങ്കിൽ exam 10 എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലായിരിക്കും. ആ ഫോൾഡറിൽ നിങ്ങൾ പറഞ്ഞ മാതൃകയിൽ തന്നെ അതായത് പേര് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റിൻ്റെ അതൊരു പേര് തന്നിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ അതിൻ്റെ അകത്ത് എക്സ്പോർട്ട് ഒരു ടിക്ക് വരുന്ന രീതിയിൽ എക്സ്പോർട്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അത് എക്സ്പോർട്ടായി തിരിച്ചു വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എക്സ്പോർട്ട് as PNGയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മുകളിലായിട്ട് കാണുക എക്സ്പോർട്ട് as ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ നമുക്ക് വേണ്ട ഫോൾഡർ ഏതാണോ ആ ഫോൾഡർ രജിസ്റ്റർ നമ്പർ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴത്തെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് എക്സ്പോർട്ടായിട്ട് PNG ഫോർമാറ്റിൽ ലഭിക്കുകയുള്ളൂ.